ചെറിയ ടൗൺ ഏരിയ എത്തിയിട്ടത്. ഇവിടെ കണ്ടക്ടർ ബസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കേവടിയായെന്ന് തോന്നുന്നു. ഇങ്ങനെ വിളിച്ചോ കേവടിയാണെന്നാണ് തോന്നുന്നത് വിളിച്ച് പറഞ്ഞത്. എന്തൊരു വീടാണത്. ഓ അടിപൊളി വീടാണല്ലോ. ഇതുണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഹെൽമെറ്റ്. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഇരിക്കുന്നതാണ്. മൂക്ക് മൂടി തലയെ മൂടി ഒരു തുണിയിട്ട് കെട്ടും. അതാണ് അവരുടെ ഹെൽമെറ്റ്. ഷോപ്പ് വന്നപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടോ. ഞാനിപ്പുറത്തെ സൈഡിലേക്ക് മാറി. ഈ സൈഡിൽ ഇവിടെ നിന്ന് നോക്കിയാലാണ് നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ പറ്റുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് കാണാൻ പറ്റും സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ബസ് മെയിൻ റോഡിൽ നിന്ന് വേറെ റൂട്ടിലേക്ക് തിരിഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു, വെൽക്കം സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് ഈ വഴിയാണെന്ന് ഫോൺ പോയപ്പോ ഓ നല്ല അടിയായി പോയി. അവര് ബസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ടോ. ഒരു ബസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിന്റെ ആണ്. 4 വരി റോഡിലേക്ക് എത്തിയിട്ടോ. അതുകൊണ്ട് പിങ്കോട്ടോനുണ്ട്. പിങ്കോട്ടോ കണ്ടില്ല. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കുള്ള റോഡ്. ഇതുണ്ടോ റോഡ് സൈഡിൽ ഫൗണ്ടൻ, വാട്ടർ ഫൗണ്ടൻ റോഡിൻ്റെ നടുക്ക് കൂടെ. നല്ല രസമുണ്ട്. റൗണ്ട് ബോട്ടിൽ വാട്ടർ ഫൗണ്ടൻ. ഇത് ഇന്ത്യ. അതിനപ്പുറം ഒരു ദേവി ക്ഷേത്രമുണ്ട്. ശ്രേഷ്ഠ ഭാരത് ഭവൻ. എന്താ സംഭവം? സ്റ്റാച്യു കാണാറായോ? അവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ. ആ പാലത്തിൻ്റെ അപ്പുറമാണ് തോന്നുന്നു ഞങ്ങൾ എടുത്തേക്കുന്ന റൂം. അങ്ങനെയാണെങ്കിൽ ഇത് കഴിയുമ്പോൾ തന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ പറ്റും. ഇത് കണ്ടോ? സെക്യൂരിറ്റി ഗാർഡ്സ് യൂണിറ്റി എന്നാണ് എഴുതിയിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അവിടെ കണ്ടോ വെള്ളം സ്പ്രേ ചെയ്യണത്. മോനെ കണ്ടോ, നോക്കിക്കോ. നിൽക്കുന്നു സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതേ കണ്ടോ, അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? നിൽക്കണ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എത്തി. ഞങ്ങൾക്ക് ഇനി ഇവിടെ വരെ തിരിച്ചു കാഴ്ചടാ. അങ്ങനെ ബസ് ഇവിടെ ഇറങ്ങാറുണ്ട് കേട്ടോ. ഇവിടെ ബസ്സിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് റൂമിലേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് തിരിച്ചു വരാറുണ്ട്. കുഴപ്പമില്ല. ഇനി നമുക്ക് പിങ്കോട്ട വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാം. പിങ്കോട്ട വിളിച്ച് തിരിച്ച് റൂമിലേക്ക് വന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വീണ്ടും തിരിച്ച് ഇറങ്ങാനായിട്ട് ഇറങ്ങാം കേട്ടോ. അതാ നിൽക്കുന്നു നമ്മുടെ ഒരു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. അങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കുന്നത്. ഇതാണ് ഞങ്ങൾ വന്ന GSRTC ബസ് കേട്ടോ. AC ഇതാ നിൽക്കുന്നത്. അതാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇതുണ്ട്. ഇവിടെ നിന്നാണ് പന്തൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ GSRTC ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് ഒരു പിങ്കോട്ടയൊക്കെ അവിടെ നിന്ന് ഇതേ കണ്ട ആ പോണ ബസ് ഉണ്ടല്ലോ, അത് ഫ്രീ ആണ് കേട്ടോ. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയയിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് പോകാം. മോഡിയുടെ പടം, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പടമൊക്കെ വെച്ചിട്ടുള്ള ആ ബസ്സിൽ. അതാണ് സ്റ്റാച്യു. ഒരു സബ്ജി പൂരി പഞ്ചാബി താലി ഒരു ഷോപ്പുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. ഇതൊരു ഫേമസ് കടയാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ വ്ലോഗ് ചെയ്തിട്ട് ആൾക്കാർ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതല്ലാണ്ട് പിന്നെ വേറെ അടുത്തെങ്കിലും യാതൊന്നുമില്ല, ഷോപ്പൊന്നുമില്ല. പിന്നെ ഉള്ളത് പിന്നെ അതിൻ്റെ അകത്താണ്. അത് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് വേണം അവിടെ ഫുഡ് കോർട്ട് ഒക്കെ ആയിട്ടുള്ളത്. ഞാനേ 2 ചായ മതി. പക്ഷേ 2 ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അത് എത്ര ഉള്ളൂ, ഒരു വിരലിൻ്റെ എത്ര ഉള്ളതുകൊണ്ട് 3 ചായ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 ചായ. ഗുജറാത്തിലെ എല്ലാവർക്കും ഇങ്ങനെ ചായ വയ്ക്കണത്. ഹോസ്പിറ്റൽ ഗ്ലാസിൻ്റെ അകത്തുനിന്ന് ചായ വയ്ക്കുന്നത് ഇത്ര ഉള്ളവരും ഇതാണ്ട് എടുത്ത് വെച്ചു. എൻ്റെ ട്രൈ തന്നേനെ. ഇത് കാണുന്ന നടപ്പന്തലുണ്ടല്ലോ, അത് നമ്മുടെ GSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് നേരെ നടന്ന് 1 കിലോമീറ്റർ, കൃത്യം 1 കിലോമീറ്റർ നടന്നു വേണം നമുക്ക് ആ സ്റ്റാച്യു വരെ എത്താൻ. നടപ്പന്തലിൽ കൂടെ നടന്നാൽ മതി.
ബസ് ഇത് ഇവിടെ നിന്ന് വിട്ടിട്ടില്ല കേട്ടോ, അവിടെ തന്നെ നിർത്തിയിട്ടേക്കാം. കുറച്ച് കഴിഞ്ഞ് ആളായിട്ടായിരിക്കും തിരിച്ച് പോകുള്ളൂ. GTA07YZ 6693. താങ്ക് യു. ചായ ചായ ഇഞ്ചി ഉണ്ടോ? ഇഞ്ചിയുടെ ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഇഞ്ചിയുടെ ടേസ്റ്റ് അല്ലേ? ഇതാണ്ടോ പുക ആ പുകയല്ല കേട്ടോ, പുക ചുവയൊന്നും ഇല്ല കേട്ടോ. അവല് ഉപ്പുമാവ്. അതിനാണ് പൊഹ എന്ന് പറയുന്നത്. അതിന് ഉപ്പ് വന്നേക്കണേ. ഉപ്പാണത് ആണോ? ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡ് അല്ല GSRTC ബസ് സ്റ്റാൻഡ്. പിന്നെ കിടക്കുന്നൊക്കെ പിങ്ക് ഓട്ടോ കേട്ടോ. എല്ലാ ലേഡീസാണ് കേട്ടോ ഡ്രൈവ് ചെയ്യണ. ഇലക്ട്രിക് ഓട്ടോയാണ് കേട്ടോ. ഇതാ ഇവിടുന്നാണ് എൻട്രൻസ്. ഇവിടുന്ന് എൻട്രൻസ് തുടങ്ങി 1 കിലോമീറ്റർ നടന്ന് നമ്മളവിടെ ചെല്ലണം. ഒരാളവിടെ ചട്ടി പതുക്കെ വരണുണ്ട്. ഇതാണ്ടോ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടർ അവിടെ ഹെൽപ്പ് ഡെസ്ക്. പിന്നെ എവിടെയാണ് ലോക്കർ റൂം. ഞങ്ങളിത് ഈ പിങ്കോട്ട വിളിച്ചിട്ട് ഇപ്പോൾ തന്നെ പോവാണ്, റൂമിലേക്ക് പോവാണ്. എന്നിട്ട് സാധനങ്ങൾ അവിടെ ഇറക്കിയിട്ട് വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. ജൽദി ദൈവമേ, കണക്കിന് പണിയാവും. നടന്നിട്ട് നീങ്ങണില്ല ഒരാൾ. നമ്മളിത് പിങ്കോട്ട വിളിച്ചിട്ട് പോവാൻ കേട്ടോ. ഇത് നമുക്ക് रॉयल नाथ होम से जाने का तो हाँ रॉयल नाथ ओ ब्रिज है ना, ओ नर्मदा आरती है ना, उसके पास. ഇത് ലേഡീസ് ആയതുകൊണ്ട് നമുക്ക് പറ്റില്ല എന്നൊക്കെ പറയണം. അത്രയും ദൂരം പോകാനൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വേറെ ആരാണ്ടൊക്കെ ചോദിക്കാൻ പോയിട്ടുണ്ട്. ഇച്ചിരി ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിരിക്കും. കണ്ടോ പിങ്കോ थोड़ा आगे निकालने का है बात. इलेक्ट्रिक व्हीकल सिटी के एवढिया ये गवर्नमेंट का ऑटो है क्या? गवर्नमेंट आपको फ्री दिया? नहीं, हमको रेंट पे देते हैं. हाँ रेंट पे देता है. हाँ ऐसा है. हम कैसे लेते हैं? हाँ आप लोग कितने लोग हैं इधर? पूरी 100 ऑटो है. 100 ऑटो 100 लोगों को काम मिला. आप इधर का रहे? आप इधर का ही है? हाँ ओके. स्टैचू ഞങ്ങൾ വൈകിട്ട് വരാം കേട്ടോ. क्यों तो हाँ टिकट लिए हैं, पूरा बुक करके आए हैं. ഇലക്ട്രിക് ഓട്ടോ ഇതേ വാടകയ്ക്ക് കൊടുത്തേക്കണ കേട്ടോ. ഗവൺമെൻറ് എല്ലാം ഗവൺമെൻറ്റിൻ്റെയാണ്. അത് വാടകയ്ക്ക് കൊടുത്തേക്കണാണ്. ഇവിടെ ലോക്കലുള്ള കുറേ ലേഡീസിന് 100ഓളം ആൾക്കാരുണ്ട്. അത്രയും ആൾക്കാർക്ക് ജോലി കിട്ടി. കിരായ कितना है गाड़ी का? कंपनी का ऑर्डर है, वैसे तो 4 लाख का आता है. लेकिन हमें कंपनी में क्या है, एक दिन के लिए 700 रुपये जमा करवाना पड़ता है. 700? ओहो इतना वो तो ज़्यादा है. हाँ हमारा रहता है. और सैटरडे संडे में उनको 900 जमा करवाना पड़ता है. ओहो ऐसा है. से जो ऊपर बनता है वो हमारा रहता है. और उसमें ये क्या है कि ये जो रेट कार्ड सब लगा हुआ है तो आपको सैलरी मिलता है क्या? नहीं, सैलरी पे नहीं. उससे ज़्यादा कितना मिला वो ले सकते क्या? ओहो उससे ऊपर बनता है 700 से वो रहता है. ओहो ऐसा है क्या? पहले तो उसको देना ही पड़ता है. हाँ उसके बाद स्टैचू സർദാർ വല്ലഭായ് പട്ടേൽ. ഇവർക്കുണ്ടല്ലോ 700 രൂപയൊക്കെ കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞത്. ചേച്ചി പറഞ്ഞത് 700 രൂപ ഒരു ദിവസം വാടക കൊടുക്കണം. പിന്നെ ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ ആണെങ്കിൽ 900 രൂപ കൊടുക്കണം. അതിനേക്കാളും ഇത് എന്ത് കിട്ടിയാലും അവർക്ക് എടുക്കാമെന്നാണ് അവർ പറയുന്നത്. ഇത് വാടകയ്ക്കാണ് ഈ വണ്ടി ഓടണത്. സർക്കാർ കൊടുത്തേക്കണുണ്ടോ ഇവിടെ ലോക്കൽ ആൾക്കാർക്ക്. അപ്പോൾ നല്ല വരുമാനം കേട്ടോ. ഒരു ദിവസം 700 രൂപ കൊടുക്കാൻ കുറയുമ്പോൾ തന്നെ നല്ല വരുമാനം ഇല്ലെങ്കിൽ പറ്റില്ലല്ലോ. 40 കിലോമീറ്റർ സ്പീഡുള്ളൂ എന്ന് പറയുന്നു. 35-40 കിലോമീറ്ററിലാണ് തോന്നുന്നു. അതിക്കുള്ള സ്പീഡില്ലാന്ന് തോന്നുന്നു. ഇവർ ഉണ്ടല്ലോ അത്ര ഇതല്ല കേട്ടോ. കാരണം ഇവിടെ നമ്മൾ റോയൽ നാഥ് ഹോം സ്റ്റേ വരെ ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. അവിടം വരെ പോകണതിന് 200 രൂപ. പിന്നെ നമ്മൾ എങ്ങനെയാലും തിരിച്ച് വരണമല്ലോ അവർക്ക്. പക്ഷേങ്കിൽ അവർ തിരിച്ച് വന്നതിന് 200 രൂപ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 400 രൂപയാണ് പറഞ്ഞേക്കണേ ഇവിടെ നിന്ന് ഹോട്ടൽ വരെ പോയിട്ട് തിരിച്ച് വരാനായിട്ട്. ഒരു 5 മിനിറ്റ് ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയം എടുക്കും. അതിൽ കൂടുതൽ എടുക്കില്ല. എന്നാലും അതേ കണ്ടോ ആ സ്ഥലം എത്തിക്കഴിഞ്ഞു. അവിടെ തൊട്ടപ്പുറം ഒരു പാലം കാണാം. അത് കഴിയുമ്പോൾ തന്നെയാണ് ഹോം സ്റ്റേ.
ഇതുണ്ടല്ലോ 30-40 കിലോമീറ്റർ സ്പീഡിന് ഓടുന്ന വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. അതിൽ കൂടുതൽ സ്പീഡില്ലാന്ന് തോന്നുന്നത്. നമ്മുടെ പാലം അത് കഴിഞ്ഞ് അപ്പോഴാണ് അവിടെ ആ വൈറ്റ് കളറിൽ കണ്ണാണ് നർമ്മദ ആരതി നടത്തുന്ന സ്ഥലം. അവിടെ ഏകതാ നഗർ നേഴ്സറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവിടെ അടുത്താണ് നമ്മുടെ ഹോം സ്റ്റേ കേട്ടോ. ഒരു സൈഡിലേക്ക് 200 രൂപ, തിരിച്ച് വരാൻ 200 രൂപ, അങ്ങനെ 400 രൂപയാണ് പറഞ്ഞേക്കണത്. അതെന്തിനാന്ന് മനസ്സിലായില്ല. തിരിച്ച് വരാൻ 200 രൂപ മേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എങ്ങനെയാലും തിരിച്ച് വരണം. അത് കൂടിപ്പോയി ഒരു 5 മിനിറ്റ് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ് എടുക്കേണ്ടി വരും. അതിൽ കൂടുതൽ എടുക്കില്ല. മൊത്തം 400 രൂപ പറഞ്ഞ് 400 രൂപ എഗ്രി ചെയ്ത് പോവാണ് ഇപ്പം ഞങ്ങൾ. സമയം വൈകി. സമയം 11:30 ഇനിയിപ്പോൾ ഒരു പട്ടി അവിടെ ചത്ത് കിടപ്പുണ്ട്. ജീവനുണ്ടല്ലേ? റൂം നൈസ് റൂം. ഓക്കെ, लगेज उड़ा किया. पिंगोटा और वेट किया ना. उसके बाद उस बोटा में वापस जाएगा. ഇതാണ് കേട്ടോ ഹോം സ്റ്റേ. ഒരു ഉള്ളിലേക്ക് വന്നേക്കണ ഒരു ഹോം സ്റ്റേ, ചെറിയൊരു ഹോം സ്റ്റേ. 2 നില ബിൽഡിങ്, ഒരു 5-6 റൂം ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാർക്ക് അവിടെ നിന്ന് സമയം കളയുള്ള കാര്യം വർത്താനം പറഞ്ഞേ. സൂയിൽ വിടാൻ പറഞ്ഞിട്ടുണ്ട് ഇനി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തിരിച്ചതാ വീണ്ടും സ്റ്റാച്യു ഓഫ് യൂണിറ്റി എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നേരെ സൂവിലേക്ക് കേട്ടോ പോകണം. ഇവിടെ ഇറങ്ങണില്ല, സൂവിലാണ് പോകുന്നത്. ജംഗിൾ സഫാരിയാണ് പോകുന്നത്, ജംഗിൾ സഫാരി. ഇതാണ്ട് മോദിയുടെ പടവും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഫോട്ടോയൊക്കെ ഉള്ള ഈ ബസ് ഉണ്ടല്ലോ, ഇത് ഫ്രീ ആണ് കേട്ടോ. ഈ ഏരിയയിൽ ഇങ്ങനെ കറങ്ങി ഷട്ടിൽ ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. കുറേ ബസ്സുകളുണ്ട് ഇതുപോലത്തെ, ഇതെല്ലാം ഫ്രീ ആണ്. ഇത് കുരങ്ങാണല്ലോ ഓടി കിടക്കുന്നത്. ഇത് കുരങ്ങൻ്റെ പ്രതിമയുടെ ഒപ്പം കുരങ്ങ്. ഇതാണ് ജംഗിൾ സഫാരി. ഞാൻ അവിടെ പോയി ടിക്കറ്റ് എടുക്കണം. പേയ്മെൻറ്റ് കാർഡ്സ് യുപിഐ, നോ ക്യാഷ് ഇല്ല കേട്ടോ. റേറ്റ് ഒന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ. അഡൾട്ട് 200, ചൈൽഡ് 125 കേട്ടോ. നടന്നോളൂ. നടന്ന് കാണാനാണ് ഈ പണി പാടും. ഇവിടെ ബഗ്ഗി ഉണ്ടെന്നാണ് കേൾക്കണത്. ഇനിയിപ്പോൾ വടി കുത്തിപ്പിടിക്കണമെന്ന് ഞങ്ങൾക്ക് ആ രീതിയിലാണ് നടക്കുന്നത്. 2 ക്യൂവിലാണ് കേട്ടോ. ഇതവിടെ വാട്ടർഫോൾ ഉണ്ട്. അവിടെ ഒരു ബഗ്ഗി വന്നിട്ടുണ്ട്. അതിനകത്ത് കയറി പോയി നോക്കാം. നമുക്ക് നടക്കാൻ പറ്റില്ല. അതെ, അടുത്ത കാലി ഒരെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. തന്നെ കാണുന്നത് എന്ത് കാറ്റ്? ഷെർവൽ ക്യാറ്റ്, എന്തോ ഒരു ക്യാറ്റാണ് കേട്ടോ. അതാ അവിടെ കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട്. വിളിച്ചിട്ടൊന്നും എഴുന്നേക്കണില്ല, അനങ്ങളും കൂടെ ഇല്ല. ഇവിടെ എന്താണെന്തോ ഇതൊരു കിടങ്ങാണല്ലോ, കിടങ്ങ്. പിന്നെ കരടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. എന്താ പൊന്നോ, ഇത് ഈ സാധനം അറിഞ്ഞോ? എവിടെ? അതെ, അവിടെ ഉണ്ട് കേട്ടോ. അതെ, എല്ലാം പെണ്ണുങ്ങളല്ലേ. 3 എണ്ണം ഉണ്ട്, 3 എണ്ണം പെണ്ണാ. അങ്ങനെ ഒരാൾ അവിടെ കിടന്ന് വട്ടം കറങ്ങണേ. ഇവിടെ ഗ്ലാസ് ഇട്ടൊക്കെ ഉണ്ടോ, കാണാൻ പറ്റില്ല, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അവിടെ നിൽപ്പുണ്ട് സിംഹം. ഇവിടെ എന്താണെന്തോ, അവിടെയും സിംഹം തന്നെ. അല്ല, അവിടെ കടുവയാണ്. ഫോണിൽ നിന്ന് നോക്കിയാൽ ഈ ഗ്ലാസിൻ്റെ അപ്പുറത്തേക്ക് യാതൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് നേരിട്ട് നോക്കിയാൽ തന്നെ ചെറുതായിട്ട് എന്തോ കാണുന്നുണ്ട്. ഇത് പുലിയല്ല കേട്ടോ, അല്ല കടുവയല്ല കേട്ടോ, പുലിയാണ്. ലിയോപ്പാട്. നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കിയാൽ കിട്ടൂല അതിൻ്റെ അകത്ത്, അതാ കുഴപ്പം. അവിടെ ഒരു പുലിയും ഒരു ബ്ലാക്ക് പുലിയും കിടപ്പുണ്ട്. വീഡിയോ എടുത്താൽ കിട്ടൂല. ഇത് കണ്ടോ, ഇങ്ങനെ ഗ്ലാസ് ഇട്ടേക്കണേ. നേരിട്ട് നോക്കിയപ്പോൾ തന്നെ മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലായി പോയി, ഒരു സുഖമില്ല. ഗ്ലാസ് തന്നെ ഈ ആൾക്കാർ പിടിച്ച് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാക്കിയേക്കാണ്. ജാഗൂർ കേട്ടോ. ജാഗൂറിൻ്റെ മലയാളം കിട്ടാ പുലിയാണോ കടുവയാണോ എന്താണോ എന്തോ. മലയാളത്തിൽ ഈ 2 വാക്കല്ലേ ഉള്ളൂ. ഇവിടെ വൈറ്റ് ലൈൻ ഉണ്ട്. വൈറ്റ് ലൈൻ കാണാൻ പറ്റും നോക്കാം.
കണ്ട ഒരാളവിടെ കാലും കൈയൊക്കെ പൊക്കി മലന്നിങ്ങനെ കിടപ്പുണ്ട്. വൈറ്റ് ലൈൻ കേട്ടോ, വൈറ്റ് ലൈൻ. അവിടെ ഒരെണ്ണമല്ല കേട്ടോ, രണ്ടെണ്ണം കിടപ്പുണ്ട്. ഒന്നാം കാല് പൊക്കി കിടക്കണമെങ്കിൽ അതിൻ്റെ വലതുസൈഡിലൊരു വെള്ള നിറത്തിൽ കണ്ടോ, അതും ഒരു പെൺസിംഹം കേട്ടോ. നമുക്ക് നേരിട്ട് നോക്കി തന്നെ മനസ്സിലാവില്ല, അത് നല്ല കാഴ്ചയുള്ളവർക്ക് അത് മനസ്സിലാവുമോ. ആനങ്ങണിയില്ല ഒന്നും, ആ കാല് പൊക്കി കിടക്കുന്നത് അങ്ങനെ തന്നെ കിടക്കുക, പ്രതിഭ പോലെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവ് വന്നിട്ടുണ്ട് അവിടെ. കിക്ക് ചെക്ക് ഡെയിലി, വേഗം വേഗം. ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉള്ളതെന്ന് പറഞ്ഞുകൂടാ. അവിടെ സിംഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ടാകും, ഉച്ചപോലെ സിംഹം കാണുമായിരിക്കും. എന്തുകൊണ്ടോ ഇത് മൊത്തം റൂഫാണ്, നമുക്ക് മഴ കൊള്ളണ്ട. അതുമാതിരി തന്നെ ഗ്ലാസ്സാണ്. തൊട്ടടുത്ത് സിംഹം വന്നാലും വേണമെങ്കിൽ നമുക്ക് സിംഹത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കാം. ഡു നോട്ട് എൻട്രി. സ്റ്റെപ്പ് കയറാൻ കുഴപ്പമില്ല. എന്നാൽ പിന്നെ സ്റ്റെപ്പ് നോക്കാം നമുക്ക്. അതെ, അവിടെ ബഗ്ഗി സ്റ്റാൻഡ് ആക്കാണ് കേട്ടോ. നമുക്ക് ബഗ്ഗിൽ പോകണമെങ്കിൽ അതിൻ്റെ അകത്ത് പോകാൻ, പക്ഷേ എല്ലാ കാഴ്ചയും കാണാൻ പറ്റില്ല. ആൾ പറഞ്ഞ് 400 മീറ്റർ അപ്പുറത്ത് ഇവിടെ ഒരു സ്നേക്ക് ഹൗസ് ഉണ്ട്, സ്നേക്ക് ഹൗസ്. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നടന്നു പോകണമെന്ന് പറഞ്ഞ് അത് നടന്നത്. പാമ്പിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്, സ്നേക്ക് ഹൗസിലെത്തിയിട്ടുണ്ട്. അവിടെ സ്നേക്ക് ഉണ്ട്, ഒരു രാജവെമ്പാല, ഒരു പൈത്തൻ. സ്നേക്ക് ഹൗസിൻ്റെ എത്തിയിട്ടോ. സ്നേക്ക് ഹൗസ് ഇവിടെ ഉണ്ടോ? നീർക്കോലിയാണോ? അനക്കൊണ്ട. ഓ, അത് തൊട്ടടുത്താണല്ലോ, തൊട്ടടുത്ത് കിടപ്പുണ്ട്. ഒരാളിവിടെ ഉണ്ട്, തൊട്ടടുത്തുണ്ട്. ഏതാണെന്ന് നോക്കില്ല കേട്ടോ, പൈത്തനാണോ അനക്കൊണ്ടയാണോ നോക്കില്ല. തൊട്ടടുത്താണോ, ഗ്ലാസ് ഇല്ലെങ്കിൽ തൊടാറുണ്ട്. ഒരു ഉടുമ്പ് അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഉണ്ടോ, വാലും കാണാൻ, ഒരു ബോഡി കാണാം. ഈ തല അങ്ങനെയൊക്കെ തിരിച്ചു വെച്ച് കിടക്കുക. ഇതാണ് ഏറ്റവും രാജവെമ്പാലനൊക്കെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, കടിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പോകാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു സാധനമാണ് അണലി. ചേനത്തണ്ട് എന്നൊക്കെ പറയുന്ന സാധനം അണലിയാണ്. അണലി ഇതൊക്കെ തൊട്ടടുത്ത് പറഞ്ഞ തല പൊക്കി നിൽക്കുന്നുണ്ട്. എന്ത് പാമ്പ് അത്? സ്പെക്ടാക്കിൾഡ് കോബ്ര. അത് കോബ്രയല്ലേ, ഇത് വേറൊരു ടൈപ്പ് കോബ്ര കേട്ടോ. എൻ്റെ തലയിൽ വി ഒന്നും കണ്ടില്ല. സാധാരണ തലയിൽ വി കാണാറുണ്ടല്ലോ, വി. ക്യാമറയിൽ കാണിക്കൽ ബുദ്ധിമുട്ടാണ്, അത് കാരണം നമുക്ക് ഇപ്പോൾ ഇത് കാണിക്കാം, ഇൻഫ്രാസ്ട്രക്ചർ കാണിക്കാം. കോൺ സ്നേക്ക് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. അവിടെ കിടപ്പുണ്ട്, അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്, കാണാൻ പറ്റില്ല. അവിടെ 1-2 ഉടുമ്പ് കിടപ്പുണ്ട്, 2 ഉടുമ്പ് കിടപ്പുണ്ട്, 2. സ്നേക്ക് വേൾഡിൻ്റെ സൈഡിലായിട്ടാ ടോയ്ലറ്റ്, വാഷ്റൂം ഉണ്ട്. നീറ്റ് കണ്ടെയ്നർ കൊണ്ട് ഉണ്ടാക്കിയാണ്. നീറ്റ് ടോയ്ലറ്റാണ്, കുഴപ്പമില്ല, നീറ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ബഗ്ഗി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ബഗ്ഗിൽ ആളായിട്ടില്ല, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്തേക്ക് കയറാം. ആളായെങ്കിലേ പോവുള്ളൂ. ആളായി. അപ്പോൾ ഞാൻ ഓക്കെ വിളിക്കണ്ട, ചെല്ലാൻ പറഞ്ഞു. ഈ ഫുള്ളായി, അത് പോവാണ്. ഇനിയിപ്പോൾ തന്നെ അടുത്ത ബഗ്ഗി വരും കേട്ടോ. കുറേ ആൾക്കാർ ബാഗിലിരിപ്പുണ്ട്. അടുത്ത ബഗ്ഗിയെ വിളിച്ചിട്ടുണ്ട്, അടുത്ത ബഗ്ഗി വരുന്നുണ്ട്. അത് അവിടെ നിന്ന് അടുത്ത ബഗ്ഗി ഇപ്പോൾ തന്നെ വരും. അതിൻ്റെ ബാക്കിൽ സീറ്റ് ഇട്ടോ നോക്കണം. യെസ്, ഒരെണ്ണം വരുന്നുണ്ട്. ബഗ്ഗിയിൽ കയറട്ടെ. ബഗ്ഗിയുടെ ഏറ്റവും ബാക്കിൽ സീറ്റ് ബാക്കി പതിക്കുന്നല്ലോ, നല്ല സ്പീഡിലുള്ള പോണേ. സ്നേക്ക് ഹൗസ് കഴിഞ്ഞു കേട്ടോ. പിടിച്ചിട്ടുണ്ടെങ്കിൽ താഴെ വീഴും. നല്ല ഗട്ടർ, നല്ല സ്പീഡ്. ബാക്കിലിരിക്കൽ ടഫാ. ഇവിടെ ഹാൻഡിൽ നിന്നിട്ടുണ്ട് പിടിച്ചിരിക്കാനായിട്ട്.
സൂപ്പർ, നല്ല റൈഡാണ് കേട്ടോ. അല്ല റൈഡ് മാതിരി തന്നെ ഉണ്ട്. ആ വളക്കിലൊക്കെ വീശിയെടുത്ത് വളക്കിൽ. അവിടെ എന്താ ഒരു ബസ് സ്റ്റോപ്പ് മാതിരി. റൈനോസർ, പോത്ത്, കണ്ടാമൃഗം പോത്ത് കാണാൻ പറ്റില്ല, ഫോണിൽ കാണാൻ പറ്റില്ല, ഫോൺ ഓഫ് ചെയ്യട്ടെ. ഞങ്ങൾ 12:30 കയറിയത്, ഇപ്പോൾ 12:47 കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് എത്ര സമയം വേണ്ടി വരും ഞാൻ പറയാം കേട്ടോ കാണാനായിട്ട്. എന്നിട്ട് വേറെ എവിടെയെങ്കിലും പറ്റുമെന്ന് ഡൗട്ടുണ്ടോ? ഹോട്ടലിലൂടെ കൊണ്ടാവും, ഞാൻ കണ്ടില്ല. ഇന്ത്യൻ ആവിയറി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അവിടെ ഡ്രോപ്പ് ചെയ്തു ബഗ്ഗി. അതിൻ്റെ അകത്ത് ഒന്ന് കയറി നോക്കട്ടെ എന്താണ്. ഇവിടെ ഞങ്ങൾ വെള്ളം എടുക്കാൻ മറന്നു. ഏതായാലും തൊട്ടിപ്പുറേ വാട്ടർ ഡിസ്പെൻസർ ഉണ്ട്, അവിടെ നിന്ന് വെള്ളം എടുക്കാം. ചെറിയൊരു കുപ്പി കയ്യിലുണ്ടായിരുന്നതിന് കൊണ്ട് രക്ഷപ്പെട്ടു. ഇത് ബേഡ്സ് ആട്ടോ, അതിൻ്റെ അകത്ത് ബേഡ്സ് ആട്ടോ. ഫുഡ് ഐറ്റം അതിൻ്റെ അകത്ത് കയറ്റരുത്. ബേഡിന് ടച്ച് ചെയ്യുന്നതൊക്കെ അതിൻ്റെ അകത്ത് അനൗൺസ് ചെയ്യുന്നുണ്ട്. അത് ലിമിറ്റഡ് ആൾക്കാരെ അതിൻ്റെ അകത്ത് കയറ്റി ഇടണുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ അവർ പുറത്തിന് വന്നതിന് ശേഷമാണ് അടുത്ത ആൾക്കാരെ കയറ്റിടുള്ളൂ. നമ്മളവിടെ ബഗ്ഗിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. അതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. വീഡിയോ എടുക്കാനായിട്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല, അതാണ് പ്രശ്നം. എന്തായാലും ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര സൂപ്പറാണ്. അവിടെ ഈ ആൾക്കാർക്ക് വന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം, ഡസ്റ്റ്ബിന്ന്, അപ്പുറം വെള്ളം ഡിസ്പെൻസറൊക്കെ ഉണ്ട്. നല്ല തണുത്ത വെള്ളം. വേറെ ഇൻസൈഡ് അടിപൊളി. എന്താ ഹൈറ്റിലാന്ന് നോക്കി സംഭവം റൂഫ് ചെയ്ത് വെച്ചേക്കണത്. ബേഡൊക്കെ പറഞ്ഞോട്ടെ. അവിടെ ഇതോ ഒരു കിളി മുകളിലിരുന്നിട്ട് കീന്ന് കേൾപ്പിക്കുന്നുണ്ട്. കാട്ടുകോഴി എന്ന് പറഞ്ഞപ്പോൾ അവളെ എന്നെ നോക്കി ചിരിക്കണം. അവിടെ എന്തൊരു സംഭവം നിൽപ്പുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. പൊക്കമാണ്, എന്താണ് അത്രയും ദൂരെ, അതൊന്നും കാണാൻ പറ്റില്ല. ഈ സാധനത്തിന് ഹമ്മിങ് ബേർഡോ? അല്ല, ഇത് ശരിയല്ല, ഇത് വേറെ ഏതോ സാധനമാണ്. ഇതങ്ങണ്ടോ ഒരു പ്രാവ്, ഒരു വൈറ്റ് പ്രാവ്. ജീവനുള്ളതായിരുന്നു. ഞാൻ വിചാരിച്ച് കുറേ നേരം അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ വിചാരിച്ച് ജീവനുള്ളതല്ലാതെ അത് കാല് നിർത്തിയിട്ടുണ്ട് കുറച്ച്. അത് അനങ്ങാണ്ട് കേട്ടോ ചെറുതായിട്ട്. കഴുത്തൊക്കെ അനക്കുണ്ട്. ക്യാമറയിലൊന്നും കാണാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഒരാളവിടെ പ്ലേറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. വളരെ ആസ്വദിച്ച് കഴിക്കുക, വേറൊന്നും അറിയണില്ല. എല്ലാം വറ്റി തീർന്നു, പഠിച്ച് തീർത്തു മൊത്തം. ഹായ്, ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാ. എന്തൊക്കെ വിശേഷം? സുഖം തന്നെ? ഹലോ ഭക്ഷണമായി? ദേഷ്യമല്ല, ഇഷ്ടമായില്ല ചോദിച്ചത്. അവിടെ ഫുഡ് കഴിക്കില്ല. ഇപ്പോൾ ഫുഡ് ടൈം വന്നു വന്നു. ഇത് വരെ ഉള്ളൂ. ഇത് കുറച്ച് അങ്ങനെ നീക്കിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് കിടക്കാനായിട്ട്. സമയം 1:07 കേട്ടോ. 1:45 വന്നത്, 12:30 വന്നത്. അതിൻ്റെ അകത്ത് ബഗ്ഗി ഇല്ലെങ്കിൽ അതെ ബഗ്ഗിയുണ്ട്. ബഗ്ഗിയിൽ കയറി പോയാലോ? ഒരാളുടെ ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. അടുത്ത് ബഗ്ഗി എത്തിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ബഗ്ഗിൽ കയറിയിരിക്കാം കേട്ടോ. ഇവിടെ ഒരു മങ്കി ഇരിപ്പുണ്ട്. മങ്കി ഫ്രണ്ടിലെ ബഗ്ഗി കയറിയിരിക്കാം. ദൈവം പോണു. ഇത്തവണ ബഗ്ഗിൽ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ കേട്ടോ. മങ്കി
മങ്കീസ്. ഇതാണ് ബഗ്ഗിൽ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല ഇവിടെ. റെയിൻഡിയർ അല്ലേ? അല്ല, വൈറ്റ് ബ്ലാക്ക് ബക്ക്. അതെ, അതല്ല ആദ്യം കണ്ട അതല്ല. അതെ, അവിടെ ഒരു വൈറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. ആ, ആദ്യമായിട്ടാ വെള്ളമാനെ കാണുന്ന കേട്ടോ. ടീച്ചർട്ട് ഞങ്ങളിവിടെ ഇറക്കി വിട്ടു കേട്ടോ. ഇവിടെ ബാലു വൈൽഡ് ഡോഗ് ബുൾ ഉണ്ടെന്ന് പറഞ്ഞു, പോയി കണ്ടോളാൻ പറഞ്ഞു. അതാണ് വൈൽഡ് ഡോഗ്, ചെന്നായ. ഇങ്ങനെ കാണാൻ പറ്റും ഫോട്ടോയിൽ, നേരിട്ട് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. അതിൻ്റെ മോൻ അവിടെ ഉണ്ടോ? അതേ, ഈ ഒരുത്തുണ്ടല്ലോ, കുറേ നേരം ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തേക്ക് പോയി റൗണ്ട് അടിച്ച് തിരിച്ച് വീണ്ടും വരും കേട്ടോ. പുള്ളിക്ക് അങ്ങ് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാന്തായെന്ന് തോന്നുന്നു. അതുകൊണ്ടോ പോയി തിരിച്ച് വീണ്ടും അതേക്കിട്ട് തന്നെ കുറേ നേരമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വെറുതെ അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റൗണ്ട് അടിച്ച് വരും. ഞങ്ങൾ വീണ്ടും ബഗ്ഗി കയറിട്ടോ. വണ്ടിക്ക് തവണ വണ്ടിയുടെ ബാക്കിലാണ് കയറിയേക്കണേ. ഫ്രണ്ടിൽ ഇനി ആൾക്കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ തവണ ഞങ്ങൾ രണ്ടാളും കൊണ്ട് ഒരു ബഗ്ഗി വാങ്ങി. ഇത് ഫ്രീ ആട്ടോ. അതായത് ഈ ടിക്കറ്റിൻ്റെ ഇൻക്ലൂഡ് ഉണ്ടോ ബഗ്ഗിയുടെ സർവീസ്. ഇതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ഇല്ല. चले मोटा वंडी चले, बग्गी चले, मोटा वंडी चले. ആഹാ, ഫ്ലവേഴ്സ് ഒത്തിരി ഉണ്ട്. റോസ് ഉണ്ട്, മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്. ബോഗൺവില്ല. ഇതിന് മുസാണ്ട എന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത്? മുസാണ്ട, കടലാസ് പൂ എന്ന് പറയുന്നത് എന്താ പിന്നെ? ആ, അപ്പൊ മുസാണ്ടയോ? പണ്ട് വീട്ടിലൊരു മുസാണ്ട ഉണ്ടായിരുന്നു. റോസ്, അതന്നെ പിങ്ക്, ചുമപ്പല്ല. എന്തൊക്കെയോ വഴിക്കുന്ന പറക്കെടുത്തുണ്ട്. എന്താണ്ട് ഇലയൊക്കെ പറിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. കാലിൻ്റെ നീര് കുറയാൻ പറഞ്ഞുകൊണ്ട് അവിടെ എന്തോ ഇലയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. എരിക്കോ? ആ, കൊള്ളാം, ഭാഗ്യം. ഇവിടെ മഗർമച്ചുന്നുണ്ടെന്ന് പറഞ്ഞ് ബഗ്ഗിവാല ഇത് ഇറക്കി വിട്ടു. നമ്മളെ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. മഗർമച്ചിനെ കാണാൻ വന്നിട്ട് ഇവിടെ എന്താ ഉണ്ടോ, കുറേ വരാല്, ഫിഷ്. നമ്മൾ താഴേക്ക് നോക്കണോട്ടെ. ഈ പോണ വഴിക്ക് ഇതാ ഇങ്ങനെയാണ് മഗർമച്ചിൻ്റെ വീട്ടിലേക്കുള്ള വഴി. പക്ഷേ മഗർമച്ചിൻ്റെ ഇവിടെ താമസിക്കുന്ന വീട് തോട്ടിൽ, ഈ ഒരു തോട്ടിലാണ് മഗർമച്ച് താമസിക്കുന്നത്. പക്ഷെ ഒന്നിനും കാണാനില്ല മുതലേനെ. ഇതുണ്ടോ, ഇതെന്താ സംഭവം മനസ്സിലായോ? ഇതൊരു പാമ്പും പടം കേട്ടോ, പാമ്പിൻ്റെ പടം, പാമ്പ് സ്നേക്ക്. അവസാനം ഈ സ്പോട്ടഡ് മഗർമച്ച് ഇത് അവിടെ ഉണ്ട്. ഓ, അവിടെ ഒരെണ്ണം കയറി പോയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടെണ്ണം കൂടെ താഴെ കിടപ്പുണ്ട്. രണ്ടല്ല, മൂന്നെണ്ണം താഴെ കിടപ്പുണ്ട്. ഒരെണ്ണം അങ്ങ് കയറിപ്പോയി. കുറച്ചു നേരം വെള്ളത്തിൽ കിടന്നിട്ട് മതിയായിന്. ഇതൊക്കെ ഉണ്ട്, ഒരു ചെറിയ ചെക്ക മാതിരി ഉണ്ടാക്കിയേക്കണേ. അവിടെ നിന്ന് ഫിഷുകൾക്കൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, അടച്ചു വെച്ചേക്കാം. ആ വെള്ളം മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവന്മാർ പിടിച്ചിട്ട് തിന്നും. മടിയന്മാരൊരു പണിയില്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക. അവിടെ ഒരു മൂട്ടവണ്ടി വരുന്നുണ്ട്. ബഗ് വന്നുണ്ട്. ബഗ് കയറിക്കോ. അതിലെ കയറണേ, ഫ്രണ്ടിലാണ് കയറി. അവിടെ ഉണ്ട് ഒരു കണ്ടെയ്നർ വാഷ്റൂം. നമ്മുടെ ഗുജറാത്തിലുണ്ടല്ലോ, കണ്ടോ? അതിന് മാത്രം ഒരു കുറവില്ല. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിൽ ഒരു തിരക്കുള്ള സ്ഥലത്ത് നിന്നു അവിടെ നമുക്ക് വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ എവിടെയെങ്കിലും ഒരു പബ്ലിക് വാഷ്റൂം കാണും. വാഷ്റൂം ഇല്ലാത്തൊരു സ്ഥലമില്ല, മിക്കവാറും എല്ലാ സ്ഥലത്തും. പക്ഷേ പെയ്ഡായിരിക്കും, എന്നാലും വാഷ്റൂം ഇല്ലാതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇവിടെ ഈ ഏരിയയിൽ ഞാൻ കണ്ടുപിടുത്തോളം. ഇതാണ് കേട്ടോ സൗത്ത് അമേരിക്കൻ കോട്ടി. വെരിക്ക് രണ്ടെണ്ണം ഉണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ. ആ, ഇവിടെ ഒരു കപ്പീച്ചിൻ്റെ ടഫ്റ്റഡ് കപ്പീച്ചിൻ്റെ, പക്ഷെ കാണാൻ പറ്റില്ല. ആൾ ഇവിടെ കണ്ടിട്ടുണ്ട്, അറിവിൽ പോയാ. അതെ, അവിടെയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് കാണാൻ പറ്റില്ല, കറുത്ത് നിറത്തില്ല. നമ്മളെ ബേഡിനെ കണ്ടില്ലേ? അതെ, അത് അവിടം വരെ എത്തിയിട്ട് നമ്മൾ തിരിച്ച് കറങ്ങി കഴിഞ്ഞൊന്നും തന്നെ. ഇനി ബഗ്ഗിൽ ഇനി ചിലപ്പോൾ പുറത്തേക്കായിരിക്കും പോകണം, താഴേക്ക് പോകണം ബഗ്ഗിനെ കിട്ടാൻ. ഇത് ബഗ്ഗിയുടെ സ്റ്റേഷനാണ്, കാരണം അതുകൊണ്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ബഗ്ഗി നിർത്തണത്.
ബഗ്ഗി വരണുണ്ട് ബഗ്ഗി സ്റ്റേഷൻ കേട്ടോ. ഓക്കെ, വാട്ടർ കൂൾ വാട്ടർ കേട്ടോ. എന്നാലും ഇപ്പോൾ കാര്യം ഇവിടെ നല്ല തണുപ്പാണെങ്കിലും ഇപ്പോൾ അല്പം ചൂടുണ്ട് കേട്ടോ, നല്ല വെയിലല്ലേ. ഞങ്ങളങ്ങനെ ഇത് കഴിഞ്ഞിറങ്ങി കേട്ടോ, ജംഗിൾ സഫാരി കഴിഞ്ഞിറങ്ങി. 12:30 കയറി, ഇപ്പോൾ 2 മണിയായിട്ടോ, 1.5 മണിക്കൂർ. 12:30 കയറി, 1.5 മണിക്കൂർ എടുത്തു. അതും ബഗ്ഗിയിൽ പോയിട്ട് കേട്ടോ, അത് ഓടിച്ച് ജസ്റ്റ് ഒന്ന് കണ്ട് ഓടി വന്ന് കണ്ട് തീർന്നോളാം. പുള്ളി അപ്പം തന്നെ ഇത്ര സമയം എടുത്തു. അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം കാണാൻ പറ്റില്ല കേട്ടോ. ഫസ്റ്റ് വന്നതാണിത്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതെന്താ, അത് പെറ്റ് സോൺ, നേരെ ഓപ്പോസിറ്റ് ആട്ടോ പെറ്റ് സോൺ. ഇതിൻ്റെ പിന്നെ മേസ് ഗാർഡൻ ഈ പരിസരത്തെ കണ്ട് തൊട്ടടുത്താണ്. അത് കുറച്ചുകൂടി അങ്ങോട്ട് പോകണം, അതിനോട് ചേർന്ന അവിടെ പ്രതിമയോട് ചേർന്ന 1 കിലോമീറ്റർ അപ്പുറം സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അവിടെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മുടെ ജംഗിൾ സഫാരി. അവിടെ നിന്ന് വീണ്ടും അല്പം പോയി കഴിഞ്ഞാൽ ഇതാ നേരെ കാണുന്ന ഡാം ഉണ്ടോ, സർദാർ സരോവർ ഡാം. കുറേ ആളുകൾ, പരിസ്ഥിതി പ്രവർത്തകരെന്നും പറഞ്ഞ് കുറേ ആളുകൾ എന്തെല്ലാം അലമ്പുണ്ടാക്കിയെന്ന് പറയാമോ ഈ ഡാം പണിയുന്ന സമയത്ത്. മേധ പട്കർ അങ്ങനെയൊക്കെ ആൾക്കാർ. ഇപ്പോൾ അവരൊക്കെ ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എടുത്തിട്ട് എറിയും. ഇതുകൊണ്ട് എത്ര ആൾക്കാർക്കാണെന്ന് പറയുമ്പോൾ പ്രയോജനം ഉണ്ടായി. ഈ ഏരിയ മൊത്തം മാറിപ്പോയി. എത്ര കൊല്ലം കൊണ്ടാണ് നമ്മൾ പണി തുടങ്ങിയത്. അതിനുശേഷം മോഡി വന്നതിന് ശേഷമാണ് ഇതിൻ്റെ പണി തീർന്നത് കേട്ടോ. ബസ് പോണു, ജംഗിൾ സഫാരി ഇവിടെ തന്നെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം തന്നെ തൊട്ടടുത്തടുത്തുണ്ടല്ലോ. വാലി ഓഫ് ഫ്ലവേഴ്സ് ഇവിടെ അതിനോട് തൊട്ട് ചേർന്നാണ് മേഴ്സ് ഗാർഡൻ. ഇതാണ് വേറൊരു ബസ് സ്റ്റേഷൻ ഉണ്ടോ, അവിടെ മറ്റേ GRS ഫ്രീ ബസ് ഉണ്ടല്ലോ, അതവിടെ വന്ന് ഒരെണ്ണം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സീനിക് യൂണിറ്റ് അതെന്താ സംഭവം, ഇതുണ്ടോ തൊട്ടപ്പുറത്തെ അതുണ്ട് കേട്ടോ. അത് സൈക്കിൾ റെൻ്റാണ് കേട്ടോ. 1 മണിക്കൂറിന് 200 രൂപ. ഇത് ഇലക്ട്രിക് സൈക്കിളാണ്. നമുക്കിത് മൊത്തം കറങ്ങാം. ആ സൈക്കിൾ ഓരോ എടുത്തുകയാണ്. ഓട്ടോക്കാർ ചോദിക്കണത് 1000 രൂപ ഇത് മൊത്തം ഒന്ന് കറങ്ങാനായിട്ട് ചോദിക്കണത്. ഈ പിങ്ക് ഓട്ടോക്കാരൻ്റെ അടുത്ത് ചോദിച്ചാൽ 1000 രൂപ ചോദിച്ചേ. യാപ്പാടുകൂടി ഒരു 3-4 കിലോമീറ്റർ ഏരിയ ഉള്ളൂ ഇത് മൊത്തം. എന്താ ഡാം വ്യൂ പോയിൻ്റ്, യൂണിറ്റി ഗ്ലോ ഗാർഡൻ, വാലി ഓഫ് ഫ്ലവേഴ്സ് എല്ലാം എന്താ ഓരോ നേരെ ഡാം വ്യൂ നേരെ, യൂണിറ്റി ഗ്ലോ ഗാർഡൻ റൈറ്റിലേക്ക്, വാലി ഓഫ് ഫ്ലവേഴ്സും റൈറ്റിലേക്ക്. ഇത് ഈ വഴി പോകണമെന്നാണോ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. അതോ ഇവിടുന്ന് ബസ്സിൽ പോകണമെന്നാണോ. പിന്നെ മേസ് ഗാർഡൻ, ജംഗിൾ സഫാരി വലത്തോട്ട്, പെറ്റ് സോൺ ഇടത്തോട്ട്, അത് കഴിഞ്ഞിട്ടാണ് മേസ് ഗാർഡൻ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് എല്ലാം. ഈ വഴി പോയി കഴിഞ്ഞാൽ വെയിൽ കൊള്ളാണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോവാം. ബസ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ബസ് പോലും വേണ്ട. കൈ കാണിച്ച് നോക്കാം, നിർത്തുമെന്ന് അറിയാം. മേസ് ഗാർഡൻ പോകാനായിട്ട്, മേസ് ഗാർഡൻ വാ നിർത്തുന്നു. ഇല്ല, നിർത്തിയില്ല. അവിടെ നിന്ന് കയറണമെന്ന് ഞാൻ അവിടെ എഴുതി വെച്ചേക്കണപ്പോൾ ഞാൻ വിചാരിച്ച് മേസ് ഗാർഡൻ കുറച്ചുകൂടെ ദൂരെയായിരിക്കും. നോക്കിയപ്പോൾ ആ ബസ് സ്റ്റേഷൻ്റെ അകത്തുനിന്ന് തന്നെയാണ് എൻട്രൻസ് ഉണ്ട്. കണ്ട മേസ് ഗാർഡൻ. ഇപ്പോൾ ബസ്സിൽ കയറി വേറെ പോകാൻ നോക്കിയത് തന്നെ അതിൻ്റെ ആവശ്യമില്ല. അതേപോലെ ഈ ബസ് സ്റ്റേഷൻ്റെ അകത്ത് തന്നെ അതിലേക്കുള്ള എൻട്രൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കയറി പോകണം. ഇത് എൻട്രിന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ പോയാലോ മേസ് ഗാർഡനിൽ. ഓക്കെ, നമ്മളിനി മേസ് ഗാർഡനിലേക്ക് പ്രവേശിക്കാൻ പോകാൻ കേട്ടോ. മേസ് ഗാർഡനിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടെ അങ്ങേറ്റത്ത് സർദാറിനെ കാണാം കേട്ടോ, ദൂരെ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല മേസ് ഗാർഡൻ എന്താണെന്ന് പറഞ്ഞില്ല. ഇത് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ എൻട്രൻസിൽ. മേസ് ഗാർഡൻ എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ പുല്ലുണ്ടല്ലോ, ഈ പുല്ല് വെട്ടി നിർത്തിയിട്ട്, അതായത് ശ്രീയന്ത്ര എന്ന് പറഞ്ഞൊരു ഇതുണ്ട് നമുക്ക് അത് വീട്ടിലൊക്കെ വെച്ച ഒരു ഐശ്വര്യം കിട്ടുന്ന ടൈപ്പ് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു സിമ്പിൾ. അങ്ങനത്തെ ആ സിമ്പിളിൻ്റെ ആകൃതിയിലാണ്, കൺസെപ്റ്റിലാണ് ഈ ഇതുണ്ടാക്കിയത് കേട്ടോ. അതായത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ വഴി കാണിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ബാലരമയിലൊക്കെ കാണിക്കില്ലേ, അതുമാതിരിയാണ്. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി ഏറ്റവും സെൻറ്ററിലെത്തണം. നമുക്ക് എപ്പോഴും വഴി തെറ്റി നമ്മൾ വന്ന വഴി തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അത് പുല്ല് വെട്ടി ഉണ്ടാക്കിയാണ് ഇത് മൊത്തം. നമുക്ക് മേലേക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ഒന്നും സൈഡിലേക്ക് കാണാൻ പറ്റില്ല. കുഞ്ഞു വഴികളായിരിക്കും. ഇത് നേരത്തെ വേസ്റ്റ് ഡംപ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ, വേസ്റ്റ് ഡംപിങ് ഏരിയ ആയിരുന്നു കേട്ടോ. മോഡി വന്നതിന് ശേഷം ഈ സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ പണിയോടുകൂടി 3000 കോടി മുടക്കി പണിതതിൻ്റെ കൂട്ടത്തിലുള്ള ഒരെണ്ണം കേട്ടോ ഇത് മൊത്തം ഏരിയ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. കാണാനും നല്ല ഭംഗിയുണ്ട്. മേസ് ഗാർഡൻ
QR കണ്ട ഇത് അതെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും കേട്ടോ. ഇതായിരിക്കും ഇത് നോക്കി കാണാപ്പാടം പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവിടെ എത്താൻ പറ്റും. അതുപോലെയാണോ എന്ന് എനിക്ക് തോന്നുന്നു. മേസ് ഗാർഡൻ ഇൻസ്പയർഡ് ബൈ ഹോണറബിൾ പ്രൈം മിനിസ്റ്റേഴ്സ് വിഷൻ ഏക്താ നഗർ. എല്ലാം ഇത് മോഡി ഹേ തും മുൻകിൻ ഹേ എന്ന് പറഞ്ഞ മാതിരി സംഭവം എല്ലാം ഉണ്ട്. മേസ് ഗാർഡൻ ഇതെന്തെന്നത് അത് മറ്റേ പ്രതിമ തുടങ്ങിയ സമയത്ത് ഇങ്ങനെയായിരുന്നു കേട്ടോ. അന്ന് ഇതൊന്നും ഉണ്ടായില്ല, ഈ റൂഫൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇങ്ങനെയായിരുന്നു ഈ തുടങ്ങിയ സമയത്തുള്ള ഫോട്ടോ ഒക്കെ എടുത്ത്. കാരണം മേസ് ഗാർഡൻ്റെ അത് കണ്ട ആകാശ ദൃശ്യമാണ് കാണുന്നത്. കാണിച്ചു കേട്ടോ. എന്താ കണ്ടത്? അതെ ഇവിടെ ഇതാണ് ശ്രീചക്ര എന്ന് പറയുന്നത്. ശ്രീചക്ര നോക്കൂട്ടോ. അതെ ഇതുണ്ടോ, ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു ആകാശ ദൃശ്യം എന്ന് പറഞ്ഞ മാതിരി അങ്ങറ്റത്ത് ഇത് സ്റ്റാച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറേ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ബസ് ടെർമിനലും പിന്നെ അവിടെ ഈ ലൈറ്റ് ഷോ കാണും. ഹെലിപ്പാഡും ഒക്കെയാണ് ആ കാണുന്നത്. ഹെലിപ്പാഡ് ഗ്രൗണ്ടൊക്കെയാണ് ഈ കാണുന്നത്. അതിനുശേഷം പിന്നെ മേസ് ഗാർഡൻ ഇത് പിന്നെ ഇങ്ങോട്ട് വന്ന് അതാണ് മേസ് ഗാർഡൻ. ഇതാണ്ട മേസ് ഗാർഡൻ്റെ ചുമര് കണ്ട ഈ ചെടിയും കൊണ്ടാണ് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് മേസ് ഗാർഡൻ. എന്താണ് അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് എൻട്രി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെന്താ അത്? इसके अंदर कुछ है क्या भैया? इसके अंदर कुछ है? हाँ, इसके अंदर के बारे में कॉन्सेप्ट है, वीडियो है 5 मिनट. അങ്ങനെയാണ്. ഇത് കണ്ടിട്ട് പോയാലോ? ഇവിടെ കണ്ടു ഷോ പോലെ, പക്ഷേ സ്ക്രീനാണോ കിടക്കുന്നത്? ഇവിടെ ഒന്നും കാണില്ല, ആരുമില്ല. ഈ എയർ കണ്ടീഷൻ്റെ കേട്ടോ, പക്ഷേ ആരുമില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് നേരെ മേസ് ഗാർഡനിലേക്ക് പോവാം. ഞാൻ വിചാരിച്ച ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാൾക്ക് വേണ്ടി ഒരു ഷോ തുടങ്ങാൻ പോകട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്ക് വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ഇറങ്ങി പോയിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവർ കയറി വന്നു. ഇരുട്ടായി. आओ भागे खेले जहाँ खुशबू के है मेले, कहीं धूप कहीं छैया, देखो अनोखी भूल भुलैया. मजे आएंगे गुम जाएंगे, नए रास्ते बनाएंगे. कहीं धूप कहीं छैया, देखो अनोखी भूल भुलैया. नमस्कार बच्चों, क्या आप सब तैयार हैं इस अनोखी भूल भुलैया को चुनौती देने के लिए? यहाँ इस भूल भुलैया में आप केवल देखेंगे नहीं पर खेलेंगे भी. ये पूरा शहर और इसके सभी आकर्षण हमारे प्रधानमंत्री श्री नरेंद्र मोदी जी के स्वप्न और विश्वास की देन है. और आप तो जानते हैं उन्हें बच्चों से कितना प्यार है. तभी तो एकता नगर में बच्चों के लिए अनेक आकर्षण बने हैं. ये भूल भुलैया भी मोदी जी का अनोखा अंदाज है हम सबको जीवन की भूल भुलैया से परिचित कराने का. ये भूल भुलैया श्री यंत्र से प्रेरित है. वही श्री यंत्र जो हमारे घरों में, मंदिर में आपने देखा होगा. श्री यंत्र सदियों से हम सब के लिए प्रेरणा का स्रोत रहा है. जो भी इसके संपर्क में आता है ये उसमें एक नई ऊर्जा का संचार कर देता है. भूल भुलैया के बीचों बीच एक बड़ा सा फव्वारा है. यहाँ तक पहुँच गए तो समझिए आप लगभग जीत ही गए. तो यहाँ कुछ देर रुककर पानी के मजे लीजिए. ഇതാണ്ടോ എൻട്രി. പൊക്കോ, നടന്നു പോ. ഇനി നോക്കാം. ഞാൻ ശ്രീചക്രത്തിൻ്റെ ആകൃതി ഒന്ന് മനസ്സിൽ കരുതിയാൽ മതി. അപ്പോൾ തെറ്റാണ്ട് നമുക്ക് പോകാൻ പറ്റും. പുല്ലൊക്കെ ഉണ്ടല്ലോ, പുല്ലൊക്കെ ഉണങ്ങിയിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കി അപ്പുറം സൈഡ് കാണാൻ പറ്റുമോ? ചില സമയത്ത് അങ്ങനെയല്ല, നല്ല തിക്കായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കി അപ്പുറം ഒന്നും കാണാൻ പറ്റില്ല. വഴി തെറ്റിയോ? ഇപ്പോൾ 2:29 സെൻട്രൽ എപ്പോൾ എത്തും നോക്കാം കേട്ടോ. കറങ്ങി തീർച്ചയായും അതിക്കടെ ഓടിയായിട്ട് വേണം. കാല് സുഖമില്ലാന്ന് പറഞ്ഞാൽ ഓടുക. അപ്പോൾ അതിൻ്റെ അകത്തക്കടെ ഷേക്കില്ലാത്ത ഫോണായിരുന്നെങ്കിലേ, ഐഫോണല്ലായിരുന്നെങ്കിൽ ഞാനിത് നടന്ന് കാണിക്കാറുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ കണ്ടോ, തിരിച്ച് വയ്ക്കാറും വന്ന വഴി തന്നെ എത്താൻ സാധ്യതയുണ്ട്. അതിൽ കൂടെ തന്നെ പോയേക്കണേ. ഇവിടെ ഒരു അടയാളം ഉണ്ട് കേട്ടോ. അതേ കണ്ട അവിടെ നമുക്ക് ഒരു തല കാണാൻ പറ്റും. എന്നാണ് പട്ടേൽജിയുടെ. ആ ഭാഗത്തേക്ക് പോയാൽ മതി. അത് വടക്ക്. ഓടിപ്പോയത് കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ വന്ന്
വല്ല കാര്യം ഉണ്ടായിരുന്നു ഓടൻ്റെ. അപ്പം ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചെത്തിട്ടോ, ഏറ്റവും പുറത്തേക്ക് തന്നെ എത്തിയിട്ടോ. അതല്ലായിരുന്നു വഴി, പോയ വഴിയെല്ലാം തെറ്റിപ്പോയി. ഇത് ഒന്നാമെന്ന് തുടങ്ങണം. അതെ, നേരെ പുറത്തേക്ക് എത്തി. എന്നാ ഇവിടെ വഴിയില്ല, തീർന്നു. എന്താ ഇവിടെ എത്തിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടോ നമ്മുടെ ഇത് ആരാന്നറിയാമോ? നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ചിലപ്പോൾ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ബാലു. ആരാന്നറിയാം? ബാലു, കണ്ണാടി വെച്ചേക്കണ ബാലു. നമ്മുടെ ജംഗിൾ ബുക്കിൽ ബാലു ഉണ്ടോ അത്. സോറി, പ്ലീസ് എക്സ്പ്ലോർ അനദർ റൂട്ട്. വേറെ വഴിക്ക് പോളെ എത്തിയേക്കണ സ്ഥലം കൊണ്ടോ, എത്തിയേക്കണ സ്ഥലം വലിയ കാര്യത്തിൽ പോയത്. എൻട്രി എത്തി. അങ്ങടേക്ക് പോണതിന് പകരം തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. എനിക്ക് തോന്നിയത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ അവിടെയാണ്, അങ്ങോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞിട്ട് അവൾ വന്ന് നേരെ ഇവിടെ പുറത്തെത്തി. എൻട്രിയിലെത്തി. എൻട്രി ഓക്കെ, നൈസ് വർക്ക്. ഇവിടെ ഷെയർഖാൻ എന്നിട്ട് പറയുന്നുണ്ട്, സോറി യു ഹാവ് ടു ഫൈൻഡ് അനദർ വേ. വേറെ വഴിക്ക് പോകാൻ അവിടെയും പെട്ടു. ഇങ്ങോട്ട് പോന്നു വന്നേ. ഇവിടം വരെ ആദ്യം വന്നായിരുന്നു, തിരിച്ച് വീണ്ടും റിവേഴ്സ് പോയതാണ്. സംഭവമില്ല. ഇവിടെ അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ വഴി നമുക്ക് കാണാൻ പറ്റും. ഇതിക്കടെ കാണാൻ പറ്റും, കാരണം അത്ര തിക്നെസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് കണ്ടില്ല, ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. നെവർ ഗിവ് അപ്പ്, യു വിൽ ഫൈൻഡ് യുവർ വേ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഏതായിരുന്നു അവിടെ ജംഗിൾ ബുക്കിലെ മങ്കിയുടെ പേര്? ബാലു. ഫോളോ മീ. ഞാനിപ്പോൾ ആ വഴി കേട്ടോ വന്നേ. അവിടെ നിന്ന് ഞാൻ നേരെ അങ്ങോട്ട് പോകുക. അവിടെ പട്ടേലിനെ കാണാം. പട്ടേലിനെ ലക്ഷ്യമാക്കി പോവുക. രഞ്ജിനി വേറെ എവിടെയോ പോയി. കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരെ എത്തിയോ? ഞാൻ നേരെ പട്ടേലിനെ ലക്ഷ്യമാക്കിയാണ് പോണേ. ഇപ്പോൾ ഏതാണ്ട് ശ്രീചക്രയുടെ ആകൃതിയിൽ എന്തോ ഡിസൈൻ മാതിരി കാണാണ്ട് കേട്ടോ. നേരത്തെ ചതുരത്തിലായിരുന്നു. അതെ, ഇവിടെ ഏതാണ്ട് സെൻറ്ററിലെത്തി. ഇവിടെ അതെ അതെ അതെ. ഇതല്ല, നമുക്ക് ആ ഗ്ലോബില്ലേ, ഗ്ലോബ് അവിടെയാണ് എത്തേണ്ടത്. ഇതുണ്ടല്ലോ ഒരു ചെറിയ വാച്ച് ടവർ കേട്ടോ. നമുക്ക് ഇതിൻ്റെ മേലെ കയറിയിട്ട് നമുക്ക് മുകളിൽ നിന്ന് നോക്കി കാണാൻ പറ്റും. ഞാൻ പോയി വഴി മനസ്സിലാക്കാൻ പറ്റും നോക്കട്ടെ. ഇതാണ് വാച്ച് ടവറിൻ്റെ മേലിൽ ഇരിക്കാനുള്ള സൗകര്യം കണ്ടിട്ടോ. ഇപ്പം നമ്മൾ താഴെ നിന്ന് കയറി വന്നേ. ഇതാണ്ട് മേസുകാട് കണ്ടോ. ഇതിപ്പോൾ എവിടം വരെ എത്തി? അതെ, അവിടെ ബാലു. ഏതാണ് എൻ്റെ സെൻറ്റർ? ഇത് തന്നെയാണോ സെൻറ്റർ? നമ്മൾ ആ വീഡിയോയിൽ കണ്ട ഇതല്ലായിരുന്നല്ലോ, ഒരു ഗ്ലോബ് ഉണ്ടായിരുന്നു, അതായിരുന്നു സെൻറ്റർ. എൻ്റെ അകത്തത് കാണില്ല കേട്ടോ, ഗ്ലോബ് കാണില്ല കേട്ടോ. കണ്ടു ഇതാ, അതാണ് ഗ്ലോബ്. അവിടെ ചെല്ലണം. അവിടെ ചെന്നാലും നമ്മൾ ജയിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഇതിൽ കൂടെ പോയി അങ്ങനെ പോയി തിരിച്ചു വന്ന് ഇങ്ങനെ ഐഡിയ മനസ്സിലായി. പോയി അങ്ങോട്ട് പോയി അവിടെ ചെന്നിട്ട് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് അവിടെ രഞ്ജനീടെ എവിടെയും കാണണല്ലോ കേട്ടോ. എവിടെ പോയെന്തോ. ഈ വഴി പോവുക, അങ്ങോട്ട് പോവുക, അങ്ങനെ പോവുക, തിരിച്ചങ്ങോട്ട് വരിക, ഇങ്ങോട്ട് പോവുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, അവിടെ എത്തുക. സക്സസ്ഫുൾ. റെഡി, പോയി നോക്കാം. മൊത്തം തെറ്റി. എനിക്ക് മൊത്തം തെറ്റി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ തെറ്റി. പക്ഷേ ആ കണ്ടമാരി ഒന്നും അല്ലായിരുന്നു എൻ്റെ അകത്ത് ഈ കയറിപ്പോൾ പണ്ടാരം. ഇനിയിപ്പോൾ എവിടെ ചെല്ലും? പിള്ളേരൊക്കെ അതിൽ ഓടി അലച്ച് നടക്കുന്നുണ്ട്, സൗണ്ടൊക്കെ എടുത്തിട്ട്. അവരുടെ സൗണ്ട് കേട്ടിട്ട് ആ ഭാഗത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു. നന്നായിട്ട് അലക്കുണ്ടാവും അവരെല്ലാം. പിള്ളേർ ഓടണം. എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് അതിൻ്റെ അകത്ത്. തന്നെ വീണ്ടും എത്തി വാച്ച് ടവറിൻ്റെ അവിടെ. ഞാനെത്തി. I have done. അതിലൊന്നും വെള്ളം പിള്ളേർക്കെല്ലാം ഹാപ്പിയാണ്. ഞാനിപ്പോൾ രഞ്ജിനെ വിളിച്ചിരുന്നു. അവിടെ എന്നെക്കായി മുമ്പ് ഇവിടെ എത്തിയിരുന്നു. അവിടെ എത്തിയപ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തെത്തല്ലാന്ന് പറഞ്ഞത്. ഞാൻ ഗ്ലോബിൻ്റെ അടുത്ത് എത്തിയപ്പോൾ 2:50 ആയിട്ടോ. എപ്പോഴാണ് തുടങ്ങിയേ? തുടങ്ങിയ സമയം ഞാൻ മറന്നുപോയി. ഇനി പോട്ടെ, പുറത്തേക്ക് എത്താൻ പറ്റുമോ നോക്കട്ടെ. ഇതുമാതിരി ഒരു വാതിലുണ്ടല്ലോ, ഈ വാതിലുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇതുമാതിരി വാതിലുണ്ട് കേട്ടോ. ഇതിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് കിടക്കാം. ഞാൻ ഇതിൽ കൂടെ പുറത്തേക്ക് കിടക്കണില്ല, കുറച്ചും കൂടെ ഒന്ന് കറങ്ങി നോക്കട്ടെ. അല്ലാതെ പുറത്തേക്ക് എത്താൻ പറ്റുമോ നോക്കട്ടെ. ഇതിലെത്തിന് പുറത്തേക്ക് നീ ഇടയ്ക്ക് വേറെ ഗേറ്റുകളുണ്ട്. അതിൽ കൂടെ പോയി നിൽക്കുക. അവിടെ നിൽക്കുക. ഞാൻ അങ്ങോട്ട് വരാം. അതിൽ കൂടെ വരാൻ പറ്റുമോ? പോയാ അങ്ങോട്ട് വരാൻ പറ്റുമോ നോക്കട്ടെ.
കിടന്നു കേട്ടോ. പുറത്ത് കിടന്ന് 2:59, 3 മണിയായി പുറത്ത് കിടന്നത്. അവിടെ ഇരിപ്പുണ്ട്, പുറത്തിരിപ്പുണ്ട്. പക്ഷേ എൻ്റെ അങ്ങോട്ട് പോയി കറങ്ങി ഒരു ഐഡിയ വെച്ച് ഇങ്ങനെ പോകണം, എന്നാലും നമുക്ക് എത്തുള്ളൂ പുറത്തേക്ക്. ഇതുണ്ട് ഞങ്ങൾ ബസ്സിൽ കയറി കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രീ ബസ്. കണ്ടക്ടറൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. AC ബസ്സാണ്, സൂപ്പർ ബസ്. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്കിത് കണ്ടത് ഇവിടെ ഹെലിപ്പാഡ് ഗ്രൗണ്ട് ഉണ്ടത്. ഹെലിപ്പാഡ് ഗ്രൗണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ലൈറ്റ് ഷോ കാണാൻ പറ്റും. അവിടെ ബെഞ്ചുകൾ നിരത്തിയിട്ടാണ് കേട്ടോ. അത് തന്നെ ലേസർ ഷോ കാണാൻ പറ്റും സ്റ്റാച്ചുവിലുള്ള. നേരെ ഇപ്പോൾ ഇത് യൂണിറ്റിയിലേക്കാണ് പോണത്. അവിടെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണമെങ്കിൽ അടുത്ത ബസ്സിൽ തിരിച്ച് വന്നുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വരാം. ഈ ഭാഗത്തുനിന്ന് നമുക്ക് നല്ലൊരു ഒറ്റ ഹോട്ടൽ പോലും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ തട്ടുകടകൾ മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ, ഈ വഴിക്ക് തിരക്കൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പബ്ലിക് വണ്ടികൾ ഈ വഴിക്ക് കൂടെ പോവില്ല. ഇവരുടെ ഈ വണ്ടികൾ മാത്രമാണ് പോവുള്ളൂ, ഈ ഓട്ടോയും ബസ്സും ഒക്കെ. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ കാരണം ഈ ഏരിയയിലേക്ക് ജനവാസമില്ല. ഇതൊക്കെ മൊത്തം കാടായിട്ട് കിടന്ന ഏരിയ മൊത്തം വികസിപ്പിച്ച് ഇങ്ങനെ ആക്കിയേക്കണതാണ്. ഓപ്ഷൻസ് എന്ന് പറയാനായിട്ട് കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഒരു താലിയോ താലി പറയാനായിട്ട് കുറച്ച് ചോറും പപ്പടവും ഒക്കെ ആയിട്ട് സാലഡ് അങ്ങനെയൊക്കെ അതെ. താലി വന്നു. ഇതുണ്ട് കുറച്ച് ചോറ്, 2 ചപ്പാത്തി ഇല്ലല്ലേ, ചപ്പാത്തി, എന്തൊക്കെയുണ്ട്, പപ്പടം, സ്പൂൺ, എന്തത് സാലഡ്. ഇതെന്തോ വേറെ എന്തോ കറിയാണ്. ഇതെന്ത് കറിയത്? ഇത് ഇതെന്താ ഈ വെളുത്ത് ഇത് മോരാണോ? ബട്ടർ മിൽക്ക് മോരാണ്. ഒരു മസയും വാങ്ങിച്ചു. ബട്ടർ മിൽക്ക് നല്ല തണുപ്പുണ്ട്. പക്ഷേങ്കിൽ ആ മോരിൻ്റെ ടേസ്റ്റ് അവരിങ്ങനെ കഴിക്കണം. നമ്മളിങ്ങനെ തിരിച്ചു വെച്ചാൽ കഴിഞ്ഞിട്ട് അവരങ്ങനെയല്ല കഴിക്കണം. അത് ഓരോന്നെടുത്ത് കറിയിൽ നോക്കിയിട്ട് കഴിക്കും. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ സമയം 3:37. ഇനിയിപ്പോൾ തണുപ്പടിച്ചിട്ടാ, തണുപ്പല്ലേ. ഇനിയിപ്പോൾ സമയമില്ല, ഇറങ്ങി പോകാൻ സമയമില്ല. 4 മണിക്കാണ് ഞങ്ങളുടെ സ്ലോട്ട്. അപ്പോൾ ഇപ്പോൾ ക്യൂ തുടങ്ങിയിട്ടുണ്ടാവും. 4 മണിക്കുള്ള സ്ലോട്ടിൻ്റെ ക്യൂ തുടങ്ങിയിട്ടുണ്ടാവും. എനിക്ക് ക്യൂ കയറി നിൽക്കാം. 2 മണിക്കൂർ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാം. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കുള്ള എൻട്രൻസിലേക്കുള്ള വഴിയാണ് കേട്ടോ. അത് ക്യൂ സ്റ്റാർട്ട് ചെയ്യണം അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെയാണ് ടിക്കറ്റ് ചെക്കിങ്ങൊക്കെ. ഇതുണ്ടോ അതിൻ്റെ അകത്തൊക്കെയുള്ള വഴിയിൽ ഇതുമാതിരി ഫുഡ്. വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല കേട്ടോ. നമ്മുടെ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ എന്തെല്ലാം ബിസിനസ് ഉണ്ടായാൽ ഇതുണ്ടായി സ്ഥിരം ഈ കുറച്ച് ഇങ്ങനെയുള്ള ബിസിനസ് അല്ലാണ്ട് വേറൊന്നും ഈ ഏരിയയിലില്ല. ആ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മൂന്നാറിലൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എന്തെല്ലാം ആക്ടിവിറ്റീസാണ്. ഇവിടെ അതൊന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെ ഈ കച്ചവടക്കാർ നല്ലൊരു ഹോട്ടൽ പോലും ഇല്ല എന്നുള്ളതാണ്. തൊപ്പി, അതെ, കണ്ണടകൾ, ഇതൊന്നും അല്ലാണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് യാതൊന്നും ഇല്ല. എല്ലാം ഈ കുറച്ച് പൊരികൾ, കണ്ണടകൾ, അങ്ങനെയുള്ള സംഭവങ്ങളല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല ഇവിടെ. എത്തിയിട്ടോ ക്ലോക്ക് റൂം. ഇവിടെ നമ്മുടെ ലഗേജ് എല്ലാം വെച്ചിട്ട് യാതൊന്നും പാടില്ല. ഫോൺ കൊണ്ടുപോകാം, പേഴ്സും ഉണ്ടാകാം, അതല്ലാണ്ട് വേറെ യാതൊന്നും പാടില്ല. സിഗരറ്റ്, ലൈറ്റർ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും, തീ പിടിക്കുന്നത്, ആയുധങ്ങൾ, ഷാർപ്പായിട്ടുള്ള ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ ഈ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ. ഇങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനായിട്ട് നമ്മൾ അങ്ങോട്ട് നടന്ന് പോകണം. ഇതുണ്ട് ഇവിടെ കുറേ സുവനീറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എത്രയത്? 100 രൂപയുടെ. അതെ, ഇത് ചോട്ട 650. ഇവിടെ കിട്ടണ വക. അതെ, അപ്പോൾ 1000 രൂപ. ഏറ്റവും ചെറുതാണ് 650 രൂപ കേട്ടോ. കുറേ സുവനീറുകളുണ്ട്. നല്ല മെറ്റലുണ്ട്, വെയിറ്റുള്ള സാധനം, വെയിറ്റുള്ളത്. ഏറ്റവും വില കുറഞ്ഞ ഇതുണ്ട് മാഗ്നറ്റിൻ്റെ. ഇത് ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരെണ്ണം വാങ്ങിക്കേണ്ടത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കുള്ള എൻട്രൻസ് നേരെ തൊട്ടപ്പുറം തന്നെയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡൊക്കെ. നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കൃത്യം 1 കിലോമീറ്റർ നടന്ന് ചെന്ന് നമ്മളവിടെ ചെല്ലും. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്ത് ചെല്ലും. അത്രയും ദൂരം നമുക്ക് ഇതുമാതിരി നടപ്പന്തലിൽ പോകാം. അവിടെ വീൽ ചെയറുകളൊക്കെ ഉണ്ട്. വീൽ ചെയർ സൗകര്യമുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വീൽ ചെയർ സൗകര്യം അങ്ങറ്റം വരെ, സ്റ്റാച്യുവിൻ്റെ അങ്ങറ്റം വരെ ടോപ്പിൽ വരെ വീൽ ചെയർ കൊണ്ടുപോകാൻ പറ്റും. കണ്ടോ, ടിക്കറ്റിൻ്റെ 2 ഒരു എക്സ്പ്രസ് എൻട്രി, പിന്നെ സ്റ്റാഫ് എൻട്രി, പിന്നെ ഷോ. അതായത് താഴെ മാത്രം. നമ്മൾ പോകുന്നത് വ്യൂയിങ് ഗാലറിയുടെ ക്യൂവിലേക്കാട്ടോ. വ്യൂയിങ് ഗാലറിയിലെ ക്യൂ ചെറുതാണ്.
പല ക്യൂകളാണ് ഇവിടെ തിരിച്ചേക്കുന്നത്. സ്റ്റാഫ്, എക്സ്പ്രസ് എൻട്രി, പിന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ പാദം വരെ പോകാൻ പറ്റും. അതിന് തൊട്ടിപ്പുറമുള്ള വ്യൂവിങ് ഗാലറി, പിന്നെ എൻട്രി ഹോഴ്സ് 8 AM to 6 PM. നമ്മളിപ്പോൾ വ്യൂവിങ് ഗാലറിയുടെ ക്യൂവിലായിട്ടുള്ളത്. സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ. മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ഫുൾ ചെക്ക് ചെയ്തിട്ടോ ആളെ കയറ്റി വിടുള്ളൂ അകത്തേക്ക്. ജെൻസിന് വേറെ, ലേഡീസിന് വേറെ, രണ്ടും 2 എൻട്രി കേട്ടോ. ഞാൻ ചെക്കിങ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. രഞ്ജിന് വന്നിട്ടില്ല. വല്ലഭായ് പട്ടേൽ അവിടെ നിൽക്കുന്നുണ്ട്. വേഗം അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. രഞ്ജിന് വണ്ടി. വാട്ടർ ഫൗണ്ടനും ഒരു വെള്ളം വീണുണ്ടാവും ചുമരക്കടെ. ഇവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ പോകണം അങ്ങോട്ട് ദൂരേക്ക്. കണ്ടോ, അങ്ങ് ദൂരേക്ക് പോയിട്ട് എല്ലാം നടക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ മതി. ബഗ്ഗി വേണ്ടവർക്ക് ഇവിടെയും ബഗ്ഗി ഉണ്ട് കേട്ടോ. നമുക്കിത് ഇങ്ങനെ തണൽ വേണമെന്നില്ലാത്തവർക്ക് നമുക്ക് ആ വഴിക്ക് പോട്ടോ. അവിടെ നമുക്ക് അവിടെ കുറേ ബെഞ്ചസൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ലൈറ്റ് ഷോ കാണാനായിട്ട് ആൾക്കാർ ഇരിക്കേണ്ടത്. കണ്ടോ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ബെഞ്ച് നിർത്തിയിട്ടുണ്ടോ. ഇതൊക്കെ വൈകിട്ട് 6 മണിക്ക് ശേഷം 7 മണി കേട്ടോ ലേസർ ഷോ കൊടുക്കണേ. ആ സമയത്ത് ആളുകൾ അവിടെ പോയി ഇരിക്കാനുള്ള സ്ഥലം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി വിസിറ്റ് ചെയ്ത് ഉടൻ തന്നെ ലൈറ്റ് ഷോ കാണാൻ വരാനായിട്ട് നമ്മൾ 4 മണിയുടെ സ്ലോട്ടായിട്ട് എടുത്തിട്ട് 4 മണി to 6 മണിയായിട്ട് ഞാൻ എടുത്തേക്കുന്ന സ്ലോട്ട്. പ്രൊജക്ഷൻ മാപ്പിംഗ് ചെയ്തിട്ടുള്ളത് അതാണ് ലേസർ ഷോ. പിന്നെ ഫുഡ് കോർട്ട് അങ്ങോട്ടേക്കൊക്കെ പോകാനായിട്ട് എൻട്രി സ്റ്റാർട്ട് 6 PM. ഓക്കെ 6 PM ശേഷം ഇങ്ങോട്ടേക്ക് എന്നൊക്കെ എൻട്രി ഉണ്ടാവും. അതിന് മുമ്പ് എൻട്രി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ എഴുതിയേക്കുന്നത്. പിന്നെ സ്റ്റാച്യു ബേസ്, എക്സിബിഷൻ ഹാള്, വ്യൂയിങ് ഗാലറി, പിന്നെ മെഡിക്കൽ ആൻഡ് വാഷ്റൂം അസിസ്റ്റൻറ്റിനൊക്കെ നേരെ പോവാം. നമ്മൾ കുറേ അങ്ങ് നടന്നുകൊണ്ട് ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നു. നമ്മൾ എത്താറായിട്ടുണ്ട്. ഇത് കണ്ടോ, അവിടെ ഒരു ഫൗണ്ടൻ കണ്ടു, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ബ്രിഡ്ജാണ് കേട്ടോ. നമ്മൾ ആ പുറത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന 2 ബ്രിഡ്ജിൽ അതിൻ്റെ ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിൻ്റെ ഈ 2 അറ്റത്ത് പോയി നമുക്ക് ഇത് കണ്ടോ ഫുട്ടിട്ടുണ്ട്. ആ ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സ്റ്റാച്യുവിൻ്റെ ഫുട്ടിലേക്ക് എത്തും. എന്തെങ്കിലും മെഡിക്കൽ സഹായത്തിന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ മതി. ഈ പാലത്തിന് തൊട്ട് മുമ്പായിട്ട് നമ്മളിപ്പോൾ ബ്രിഡ്ജിലേക്ക് കയറാൻ പോകും കേട്ടോ. ആ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ, നർമ്മദ റിവർ. നർമ്മദ എന്ന് പറഞ്ഞാൽ റിവറിൻ്റെ നടുക്കൊരു ചെറിയ ദ്വീപുണ്ട്. ആ ദ്വീപിലോട്ട് ആ സ്റ്റാച്യു ഉള്ളത്. അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ പറ്റുന്നുണ്ടോ? സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ ബോട്ടിങ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നമുക്ക് അവിടെ ഡാം കാണാൻ പറ്റില്ല. ഡാം കാണാൻ പറ്റില്ല. ആ നേരെ ആ ഭാഗത്തായിട്ടാണ് ഡാം. എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തേക്കണേ നോക്കി. ഇത് എസ്കലേറ്റർ ഇതുണ്ടാവും. ഇത് നമുക്ക് നിന്നാൽ മതി, നടക്കേണ്ട ആവശ്യമില്ല. അങ്ങ് ദൂരെ വരെ പോകാം. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളത്. ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അത് ആ സൈഡാണ് അങ്ങോട്ടേക്ക് പോകാനുള്ളത്. അതുകൊണ്ട് വല തിരിച്ചിട്ടാണ് ഉണ്ടോ. അതെന്താണ് അവിടെ ഏതോ കനാലാന്ന് തോന്നുന്നു. വല തിരിച്ചിട്ടാണെന്ന് വെച്ചാൽ പാറ ഇടിഞ്ഞ് ചാടാതിരിക്കാൻ വേണ്ടിയാണ് വല തിരിച്ചിട്ടേക്കണേ. കമ്പിയല്ലേ. ഇതുണ്ട് ആ ബ്രിഡ്ജ് ഉണ്ടോ. അത് സ്റ്റാച്യു പണിയാൻ നേരത്ത് സാധനങ്ങളും ഉണ്ടാകാൻ വേണ്ടി പണിത ബ്രിഡ്ജാണ് കേട്ടോ. അതിപ്പോൾ ഉപയോഗമില്ല. അവിടെ ആ ഭാഗത്തെ കണ്ടു നമ്മൾ കണ്ടില്ല. തിരിച്ച് വന്ന വഴിക്ക് നമ്മൾ കണ്ടായിരുന്നു. ബസ്സിൽ ഇരുന്നപ്പോൾ കണ്ടായിരുന്നു. റിവർ റാഫ്റ്റിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ആ ഭാഗത്തായിട്ടാണ്. ഓക്കെ, നമുക്ക് എസ്കലേറ്ററിൽ കയറി പോകാൻ. നടക്കണ്ട, കാല് വയ്യാത്ത ഒരാൾ കൂടെ ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് എസ്കലേറ്റർ തന്നെ ശരണം. ഓക്കെ, അപ്പോൾ എസ്കലേറ്ററിൻ്റെ ഒരു പോർഷൻ തീരാറായി. ഇനി തൊട്ടപ്പുറം അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തോ വഴിയാണ് കേട്ടോ. വഴി അവിടെ എന്തോ ബെഞ്ചൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തേക്ക്. ഓക്കെ, ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. എസ്കലേറ്ററിൽ കൂടെ നടക്കാനുള്ളത്.